നമസ്കാരം. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസായെത്തിയ ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ദിലീഷ് കരുണാകരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തിയ ലവ്ലി 3D ചിത്രം കൂടെയാണ്. ട്രെയിലർ അല്ലെങ്കിൽ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഈച്ച കൂടെ പ്രധാന കഥാപാത്രമാണെന്നുള്ളത്. ബോണി ബേബിയാണ് നായക കഥാപാത്രം. സുഹൃത്തിൻ്റെ കൂടെ പുല്ല് വെട്ടാനൊക്കെ പോകുന്നു. കാനഡയ്ക്ക് പോകാനുള്ള ചില തയ്യാറെടുപ്പുകളാണ്. അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചതിൻ്റെ പേരിലുള്ള ജോലി കിട്ടുകയും ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ജോയിൻ ചെയ്യുന്നു. തുടർ സംഭവങ്ങളൊക്കെയാണ് ലവ്ലി പറയുന്നത്. ഫാന്റസി തന്നെയാണ് സിനിമയുടെ ഒരു പ്രധാന എലമെന്റ് ആയി വരുന്നത്. തുടക്കത്തിൽ ബോണിയുടെ സ്വപ്നത്തിലേക്ക് പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോവുകയും നിങ്ങളും മറ്റൊരാളുടെ സ്വപ്നത്തിലേക്ക് കയറുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ ഫാന്റസി പരിപാടിയിൽ ടെക്നിക്കൽ പാർട്ടിൽ കൊള്ളാമെന്ന് തോന്നിയ ചില സംഗതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റാതെ പോയ സിനിമ എന്നാണ് എനിക്ക് ലവ്ലി അനുഭവപ്പെട്ടത്. മാത്യു തോമസ് ആണ് ബോണി എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. തുടക്കത്തിൽ കൺവിൻസിംഗ് ആയി തന്നെ ആ കഥാപാത്രത്തെ കൊണ്ടുപോകുന്നുണ്ട്. സുഹൃത്തുക്കളുടെ കൂടെയുള്ള മൊമെന്റ്സ്, ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷമുള്ള ഒരു സാഹചര്യം, ഇടയ്ക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഒക്കെ രസമായിരുന്നു. ഈച്ച കഥാപാത്രവുമായുള്ള സൗഹൃദവും തുടർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബോണി എന്ന കഥാപാത്രത്തിലും ചില വ്യത്യാസങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. കഥയിലെ സംഭവങ്ങളും സാഹചര്യങ്ങളും അത്ര സ്ട്രോങ് ആയി ഈ മാറ്റങ്ങളെ കൊണ്ടുപോകുന്നില്ല എന്നിടത്ത് മാത്യു തോമസിന്റെ പ്രകടനവും ഡൗൺ ആവുന്ന അവസ്ഥയാണ്. ഈച്ചയെ വിളിക്കുന്ന ഒട്ടേറെ മൊമെന്റ്സ് ഉണ്ട്. ആ വിളിയുടെ ഒരു ഫീല് പോലും മിക്ക സ്ഥലത്തും ലഭിക്കുന്നില്ല. തുടക്കത്തിൽ ഓക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ബോണി എന്ന കഥാപാത്രത്തെ ക്യാരി ചെയ്യാൻ മാത്യുവിന് പറ്റാത്ത സാഹചര്യം എന്ന് തന്നെ പറയാം. ഈച്ചയാണല്ലോ മറ്റൊരു പ്രധാന കഥാപാത്രം. ഈച്ചയെ കിഡിലിനായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലോസിൽ വരുമ്പോഴും ആ ഫീച്ചേഴ്സ് ഒക്കെ കിഡിലിനായി തന്നെ അനുഭവപ്പെടുകയും ചെയ്തു. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ഈ സിനിമയിലെ കൊള്ളാമെന്ന് തോന്നിയ ടെക്നിക്കൽ പാർട്ട് ഇതാണ്. ശിവാംഗി കൃഷ്ണകുമാറാണ് ഈച്ചയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. ചില സെക്ഷൻസിൽ നല്ല രസമായി തന്നെ അനുഭവപ്പെട്ടു. ചിലയിടത്തൊരു ഓക്കെ ഫീലും. ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുമ്പോൾ വോയിസ് മോഡുലേഷൻ കൊള്ളാമെന്ന് തന്നെ തോന്നി. മനോജ് കെ ജയനാണ് മജിസ്ട്രേറ്റിന്റെ വേഷത്തിലെത്തിയിരിക്കുന്നത്. ആ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തുടക്കത്തിൽ തോന്നിയെങ്കിലും മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുമില്ല. കോടതി സീനുകൾ ചിരിക്കാനുണ്ടായിരുന്നു. ആഷ്ലിൻ ജോസഫിന്റെയും നല്ല പ്രകടനമായിട്ട് തന്നെയാണ് തോന്നിയത്. പ്രശാന്ത് മുരളി, ബാബുരാജ്, അർജുൻ പ്രദീപ്, ഗംഗാ മീര, അശ്വതി മനോഹരൻ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. എഴുത്തുകാരൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ദിലീഷ് കരുണാകരൻ. ഠമാർ പടാറിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ലവ്ലി എന്ന സിനിമയുമായിട്ട് സംവിധാന രംഗത്തേക്ക് വീണ്ടും വരുന്നത്. 3D ഫാന്റസി ചിത്രം എന്ന നിലയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ബോണിയുടെ ജീവിതം, അതിലൊരു പ്രശ്നം, ഈച്ചയുടെ വരവ് തുടങ്ങി കഥ മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് കൊണ്ടുവരുന്ന സബ് പ്ലോട്ടുകൾ ഏറെയും ഏച്ച് കെട്ടിയത് എന്ന ഫീൽ തന്നെയാണ് ഉണ്ടാക്കിയത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്ന വിഷയങ്ങളെ പോലും സ്ക്രീനിലെ കാഴ്ചയായി കാണുമ്പോൾ ലൂസ് എന്ന നിലയിൽ കൂടെയാണ് അനുഭവപ്പെട്ടത്. ആഷികബോ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ചില സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നത് രസമുള്ളൊരു പരിപാടിയായിരുന്നു. 3D എഫക്റ്റ് ചിത്രത്തിൽ വളരെ കുറവായിരുന്നു. ശരിക്കും 3D വേണമായിരുന്നു എന്ന് തന്നെ സംശയമാണ്. പിന്നെ പാരലൽ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴും ആ ഒരു ഒഴുക്ക് മിസ്സിംഗ് ആണ്. ബാബുരാജിന്റെ കഥാപാത്രമൊക്കെ ശരിക്കും എന്തിനാണെന്ന് തന്നെ മനസ്സിലായില്ല. ടോയ്ലറ്റിൽ പോകുമ്പോൾ മ്യൂസിക് ഇട്ട് സ്ലോ മോഷൻ, അതും ഒന്നിൽ കൂടുതൽ തവണയൊക്കെ. ബോണി ജയിലിൽ എത്തേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ശോകമാണ്. അതായത് ഒട്ടും കൺവിൻസിംഗ് ആയി ഫീൽ ചെയ്തിട്ടുമില്ല. സർഫസിലൂടെ മാത്രം പോകുന്ന ഒരു കാഴ്ചയായാണ് എനിക്ക് ലവ്ലി അനുഭവപ്പെട്ടത്. ഈച്ചയും ബോണിയുമായുള്ള സൗഹൃദം അത് ഈ രണ്ട് കഥാപാത്രങ്ങളിൽ അവശേഷിപ്പിക്കുന്ന എന്നതിൽ കഥാപാത്രങ്ങളെ, അവരുടെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ കൃത്യമായി ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചില്ല എന്നതും പ്രശ്നമായി അനുഭവപ്പെട്ടു. അതിനിടയിൽ മനോജ് കെ ജയൻ ഒരു വശത്ത്, പ്രശാന്ത് മുരളി മറ്റൊരു വശത്ത് ബോണിയുടെ ലൈഫിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ട്രാക്കുകൾ പറയാൻ ശ്രമിക്കുമ്പോഴും മൊത്തത്തിൽ വലിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. മനോജ് കെ ജയന്റെ കുടുംബം, അവിടുത്തെ അവസ്ഥയൊക്കെ സിനിമ കാര്യമായി തന്നെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ ആലോചിച്ചു വരികൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എനിക്കങ്ങനെ കാര്യമായി ഒന്നും പിടികിട്ടിയില്ല. മൊത്തത്തിൽ നിരാശയാണ്. ഈച്ച എന്ന വർക്ക് കൊള്ളാം, പക്ഷേ അതുകൊണ്ട് മാത്രം സിനിമയെ സേവ് ചെയ്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയുമില്ല. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.